പരസ്യമായി തെറി പറയുക, അല്ലെങ്കിൽ അശ്ലീല പ്രദർശനം കാണിക്കുക, അശ്ലീല പ്രവർത്തികളിൽ ഏർപ്പെടുക, ഇതൊന്നും കുറ്റകരമല്ല എന്ന രീതിയിൽ ഒരു സുപ്രീം കോടതി വിധി വന്നു. ശരിക്കും അതിന്റെ സത്യാവസ്ഥ എന്താ സർ? നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചിട്ട് സെക്ഷൻ 294 പ്രകാരം ഒരു വ്യക്തി ആഭാസത്തരം വിളിച്ചു പറയുന്നു, അശ്ലീല വാക്കുകൾ വിളിച്ചു പറയുന്നു, തെറി വിളിച്ചു പറയുന്നു, അതുപോലെ എക്സ്പ്ലിസിറ്റീവ് എന്ന് വാക്കുകൾ പറയും എന്ന് പറഞ്ഞാൽ പുറത്ത് പറയാൻ കൊള്ളില്ലാത്ത ശുദ്ധമായ തെറി എന്ന് വിളിച്ച് പറഞ്ഞാൽ അവയൊന്നും തന്നെ ഒബ്സിനിറ്റി അല്ല. മനസ്സിലായല്ലേ? അപ്പൊ ഈ വൾഗർ ആയിട്ടുള്ള വാക്കുകളൊന്നും വൾഗർ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ അതിനെ നമുക്ക് അശ്ലീലമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. വൾഗാരിറ്റിയും പിന്നെ ഒബ്സിനിറ്റിയും തമ്മിൽ രണ്ടാണ്. അശ്ലീല പ്രദർശനമോ പദപ്രയോഗമോ അസഭ്യമായി ആണെന്ന് കണക്കാക്കരുത്. ഇപ്പൊ അശ്ലീല പ്രദർശനമോ പദപ്രയോഗമോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ സെക്ഷൻ 294 പ്രകാരം കേസെടുക്കും. അപ്പൊ അതില് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഒബ്സണിറ്റിയും വൾഗാരിറ്റിയും അത് രണ്ടാണ്. മനസ്സിലായില്ലേ? മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഒബ്സണിറ്റി എന്ന് പറഞ്ഞാൽ അശ്ലീലം, വൾഗാരിറ്റി എന്ന് പറഞ്ഞാൽ അസഭ്യം, ഇങ്ങനെ പറയാം. ഈ രണ്ട് വാക്കുകൾക്ക് അശ്ലീലം എന്നും ഈ വൾഗാരിറ്റിക്കും നമുക്ക് അശ്ലീലം എന്ന ആഭാസത്തരം എന്ന് ഉപയോഗിക്കാം. പക്ഷെ എന്നാലും ഇത് രണ്ടാണ്. ഇത് രണ്ടും ഉണ്ടാക്കുന്ന ഇമ്പാക്ട് രണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെതിരെ കേസ് എടുക്കാൻ പറ്റൂല. പിന്നെ അഥവാ കേസ് എടുക്കണം, ഇങ്ങനെ IPC 294 പ്രകാരം കേസ് എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് 3 മാസം വരെ ശിക്ഷയോ അതല്ലെങ്കിൽ 3 മാസം ശിക്ഷയും പിഴയുമോ ലഭിക്കാം. എന്താണ് പറയുന്നത്, കിട്ടാം. പക്ഷെ അതിന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനൊരു എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ് ഉണ്ട്. എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ അത് ഡിസ്റ്റർബൻസ് സൃഷ്ടിക്കുന്നു. നമ്മുടെ മനസ്സിൽ അത് ഒരുതരം ജുഗുപ്സ സൃഷ്ടിക്കുന്നു. നമ്മുടെ മനസ്സിൽ അതൊരു എന്താ പറയുന്നേ, ലസീവിയസ് എന്ന് പറയും. ലസീവിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയണേ, ഈ കാമ ആയിട്ടുള്ള മനസ്സും വികാരങ്ങളും ഒക്കെ തോന്നിക്കും. അപ്പൊ അതൊന്നും പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത്. പക്ഷെ സുപ്രീം കോടതി പറയുന്നത് വെറുതെ ഒരു ആള് കുറെ തെറി പറഞ്ഞു, അശ്ലീലം കാണിച്ചു, പാട്ട് പാടി, തെറിപ്പാട്ട് പാടി പരസ്യമായിട്ട് ഇപ്പൊ പൊതുവേദിയിലും പൊതു സ്ഥലത്ത് വെച്ച് ഇങ്ങനെയെല്ലാം കാണിച്ചു എന്ന് കരുതിക്കൊണ്ട് എന്ന കുറ്റത്തിന് അയാൾക്കെതിരെ IPC 294 ചുമത്താൻ പറ്റുകയില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവര് പ്രത്യേകം കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: അത് യൂസിങ് അബ്യൂസീവ് ലാംഗ്വേജ് ഓർ യൂസിങ് സ്വേറിങ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ശാപവാക്ക് ഉച്ചരിക്കുക, തെറി പറയുക ഒക്കെ പറയില്ലേ, they don't count as obscenity under IPC section 294. മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ പൊതുസ്ഥലങ്ങളിൽ അശ്ലീല പ്രകടനം നടത്തുകയോ അശ്ലീല ഗാനം ആലപിക്കുകയോ അല്ലെ വാക്കുകൾ പറയുകയോ ചെയ്താൽ സാധാരണഗതിയിൽ 294 വകുപ്പ് പ്രകാരം 3 മാസത്തെ ശിക്ഷയോ അതല്ലെങ്കിൽ പിഴയോടുകൂടി ശിക്ഷയോ ലഭിക്കും. ഈ കുറ്റം കൊഗ്നൈസബിൾ ആണ്, ബെയിലബിൾ ആണ്, ജാമ്യം കിട്ടും, നോൺ കോമ്പൗണ്ടബിൾ ആണ്, എഴുതി തള്ളാൻ പറ്റാത്ത കേസാണ്, ആൻഡ് ട്രയബിൾ ബൈ എനി മജിസ്ട്രേറ്റ്. അശ്ലീല ഗാനം എന്നത് എങ്ങനെ തീരുമാനിക്കും? ഒരു ഗാനം അശ്ലീലമാണോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ തീരുമാനിക്കും എന്നുള്ളതിന് കോടതി പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലസീവിയസ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കാമാസക്തി സൃഷ്ടിക്കുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി അപ്പീൽ ടു പ്യൂറിയന്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈംഗികരമായി ഒരു ഉത്തേജനം അല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാം അകന്ന് കഴിയുന്ന ആളുടെ മനസ്സിൽ ഒരുതരം പ്രകമ്പനം സൃഷ്ടിക്കുകയും ഇതിനോട് താല്പര്യം സൃഷ്ടിക്കുകയും തോന്നുന്നു. ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഡിപ്രൈവ് ആൻഡ് കറപ്റ്റ് പേഴ്സൺസ് ലൈക്ലി ടു see or hear or ഇത് കേൾക്കുകയോ അതല്ലെങ്കിൽ കാണുകയോ അതല്ലെങ്കിൽ വായിക്കുകയോ ചെയ്യുന്നവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അവർക്കെതിരെ കേസെടുക്കാൻ പറ്റുള്ളൂ. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ തന്നെ
ഒരു വിധി ഉണ്ടായിരുന്നു കുറെ നാളുകൾക്ക് മുമ്പ്. സമരേഷ് ബോസ് വേഴ്സസ് അമൽ മിത്ര, ഒരു ബംഗാളി നോവലിനെ കുറിച്ചിട്ടാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങളാണ്. അപ്പൊ അവരതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബംഗാളി ഭാഷയിലുള്ള സ്ലാങ് ഇല്ലേ, SLANG, സ്ലാങ്. യു ഷുഡ് നോ വാട്ട്സ് ഐഡിയൽ വേർഡ്. മലയാളത്തിന് സ്ലാങ്ങിന് ഞാൻ എന്താ പറയുന്നത്, വർത്തമാനം പറയുന്നു, അത് സ്ലാങ് ഇല്ലേ. അതായത് അൺകൺവെൻഷണൽ വാക്കുകൾ, പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിക്കാത്ത വാക്കുകൾ, അതല്ലെങ്കിൽ ഈ പറഞ്ഞാൽ പിന്നെ ഒരു ഒബ്സീൻ അല്ലെങ്കിൽ വൾഗർ ലാംഗ്വേജ്, അത് നമ്മുടെ മനസ്സിൽ ഒരു വെറുപ്പ്, ഒരു ജുഗുപ്സ അല്ലെങ്കിൽ അനോയൻസ് സൃഷ്ടിക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അവർക്കെതിരെ കേസെടുക്കാൻ പറ്റുന്നതാണ് സുപ്രീം കോടതിയുടെ വിധി. ഇത് ഒന്ന് രണ്ട് ഇപ്പൊ മലയാളത്തിൽ പണ്ടൊരു സിനിമ വന്ന് ഓർക്കുന്നുണ്ട് കുറച്ചാണ് മുമ്പ്, ചുരുളി എന്ന് പറഞ്ഞ സിനിമ കണ്ടില്ല. പക്ഷെ ആ സിനിമയിൽ മൊത്തം ഇങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ടും ആ സിനിമ സെൻസർ ബോർഡ് സെൻസർ ചെയ്യാതെ ഒരു കുഴപ്പമില്ലാണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പ്രദർശനത്തിന് അയച്ച ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. വലിയ സന്തോഷമായി ആൾക്കാർക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകള് എന്താ സമൂഹത്തിൽ സൃഷ്ടിച്ചേക്കാവുന്ന പ്രത്യാഘാതങ്ങളെല്ലാം. പണ്ട് അതുപോലെ ഏണിപ്പടികൾ എന്ന് പറഞ്ഞ സിനിമയില് ഇരയിമ്മൻ തമ്പിയുടെ ഒരു കവിത രചനയുണ്ടായിരുന്നു. കവിത, അതായത് പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദം എന്ന് പറഞ്ഞിട്ട്. അന്ന് ആ പാട്ട് പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ ഓൾ ഇന്ത്യ റേഡിയോ ഒന്നും ചാനലുകളൊന്നും ഇല്ലല്ലോ ഒന്നും. അത് വന്നപ്പോ അതിനെതിരെ ഒരു വിഭാഗം വളരെ ശക്തിയായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബഹളം കൂട്ടിയത്. പക്ഷെ ഇതങ്ങനെയൊന്നും അല്ല. ഇത് മലയാള സാഹിത്യത്തിലെ ഒരു ഉദാത്തമായ ഒരു ഗാനമാണ് ഈ പ്രാണനാഥന് എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ പറയതിനറിയാമോ എന്നൊക്കെ പറഞ്ഞ വാക്കുകളുടെ പാട്ട് വളരെ ഫേമസ് ആണ്. അതിനൊരു കർണാടക സംഗീതത്തിൽ അറിയപ്പെടുന്നു. കർണാടക സംഗീതത്തിലെ ശാസ്ത്രീയ സംഗീതത്തിൽ അതിമനോഹരമായിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് നിരോധിക്കണം എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിലെ ഒരു വിഭാഗം രംഗത്ത് വന്നു. അതേ വിഭാഗം തന്നെ ഈ ചുരുളിയിലെ ചുരുളി സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡയലോഗുകൾക്കെതിരെ ഒരു കുഴപ്പം കണ്ടില്ല അവര്. അതൊന്നും. പിന്നെ ഈ പറഞ്ഞ ചില ആൾക്കാരുടെ സിനിമയില് ഇങ്ങനെയുള്ള സെക്ഷൽ ആക്ട്, അതല്ലെങ്കിൽ ഒബ്സീൻ ആക്ട് ഉള്ള വൾഗർ ആക്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് കലാപരം അതല്ലെങ്കിൽ ആർട്ടിന്റെ മറ്റൊരു ഫോം. മറ്റുള്ളവരുടെ സിനിമയിൽ അത് വന്നു കഴിഞ്ഞാൽ അത് രണ്ടാം തര ഇടപാടാണ് അല്ലെങ്കിൽ മൂന്നാം തര ഇടപാടാണെന്ന് പറയുന്നത് തെറ്റാണ്. സുപ്രീം കോടതിയുടെ ഈ വിധി വളരെ ഒരു നിർണായക വിധിയാണ്. കാരണം ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആക്ഷൻ ഹീറോ ബിജുവില് ഒരു ഇൻസ്പെക്ടർ ഒരു മദ്യപാനിയുടെ നേരെ അറസ്റ്റ് ചെയ്യുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള നടപടികളൊന്നും ഇനി എടുക്കാൻ പറ്റാതെ വരും എന്നുള്ളതാണ് ഈ വിധി പ്രകാരം എന്താ പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഒരു ശ്രദ്ധേയമായ വിധിയായിട്ട് മാറുന്നത്. കോൺട്രവേഴ്സി എന്നൊന്നും ഞാൻ പറയില്ല. കാരണം സുപ്രീം കോടതിയുടെ വിധി ഒരിക്കലും കോൺട്രവേഴ്ഷ്യൽ ആവില്ലല്ലോ, വിവാദമാവില്ലല്ലോ. ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിധിയാണിത്. ഇത് അധികം മാധ്യമങ്ങളിൽ ഇതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളൊന്നും വന്നിട്ടില്ല. അവർക്ക് അതിനേക്കാളും വലുത് മറ്റു പല കാര്യങ്ങളാണ് അവർ ഈ പറഞ്ഞ പോലെ നടത്തുന്നത്. ഈ പറഞ്ഞ പോലെ ഒബ്സീൻ ആക്ടാണ്. ചുംബന സമരം എന്നൊക്കെ പറയുന്നത്. ചുംബന സമരത്തിനെതിരൊന്നും കേസെടുക്കാൻ പറ്റാണ്ട് വരും ഈ വിധിയാർ. നമ്മള് പൊതുവേദിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത് എന്ന് നിഷ്കർഷിക്കുന്നുണ്ട് ഇന്ത്യൻ പീനൽ കോഡിലെ 294 വകുപ്പ്. പക്ഷെ അത് എങ്ങനെ അത് നമ്മൾ തെളിയിക്കും? അവരുടെ മനസ്സിൽ ഇങ്ങനെ ഇത്രമാത്രം റിവൽഷൻ ഉണ്ടായി ഇത് കണ്ടവരുടെ മനസ്സിൽ എന്നുള്ള തെളിയിക്കുക, അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഇതാണ് ഈ സുപ്രീം കോടതി വിധിയുടെ പ്രത്യേകത, യുണീക്നെസ്, ഈ പർട്ടിക്കുലർ വിധിയുടെ പ്രത്യേകത. ഇത് തെറ്റിദ്ധരിക്കപ്പെടാനും ആളുകൾ ഇനി പരസ്യമായി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും അത് തള്ളിക്കളയാനാവില്ല. ഇപ്പൊ കുറച്ചുപേരെങ്കിലും മദ്യപിച്ച് കഴിഞ്ഞ് റോഡ് സൈഡിലേക്ക് ഇറങ്ങിയെന്ന് തെറി പിടിക്കാത്തതും അതുപോലെ മറ്റേ ബ്രാഹ്മൺ കാണിച്ച പോലെ ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം മാൻ കം ആൻഡ് അറസ്റ്റ് മീ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചില്ല അയാളെ. അങ്ങനെ കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? കുറച്ച് ഭയം കൊണ്ടാണ്, പോലീസിനെ ഭയന്നിട്ടാണ്. അപ്പൊ ഈ ഒരു വിധി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന് എനിക്കറിയില്ല. അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുമെന്ന് എനിക്കറിയില്ല. കാട്ടിക്കൂട്ടിയെ പിടിച്ച് അകത്തിടാനുള്ള വകുപ്പും ഉണ്ടല്ലേ?
അത് വകുപ്പുണ്ട്. പക്ഷെ അത് ഈ ഒരു പ്രശ്നം എന്നുണ്ടല്ലോ, നമ്മൾക്ക് തെളിയിക്കണം. എന്താ പ്രോസിക്യൂഷൻ തെളിയിക്കണം ഈ മനുഷ്യന്റെ പാട്ടുപാടൽ കാരണം, അതല്ലെങ്കിൽ വർത്തമാനം കാരണം, അതല്ലെങ്കിൽ പ്രവൃത്തി കാരണം ഇത്രമാത്രം ജനങ്ങളുടെ മനസ്സിൽ ഡിസ്ഗസ്റ്റ്, വെറുപ്പുണ്ടായി എന്ന് തെളിയിക്കണം, അല്ലെങ്കിൽ വിരക്തതയുണ്ടായി എന്ന് തെളിയിക്കണം. അതൊക്കെ എങ്ങനെ സാധിക്കുന്നുള്ളത് ഐ ഡോണ്ട് നോ. ഒരു ശ്രദ്ധിക്കേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണത്. എന്തുകൊണ്ടോ ചർച്ച ചെയ്യപ്പെട്ടത്, നമ്മള് കോക്രോച്ചുകളുടെ പുറകെ പോയത് കാരണം മാധ്യമങ്ങളിലൊന്നും അതിനെ പറ്റിയിട്ടുള്ള വാർത്ത അധികം വന്നിട്ടില്ല. ഇത് ശ്രദ്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയാണ്.